കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധികളിൽ ഒന്നിലേക്ക് പശ്ചിമേഷ്യ വീണ്ടും വഴുതി വീഴുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു യുദ്ധമുഖമായി മാറിയിരിക്കുകയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിര എന്നറിയപ്പെടുന്ന ഈ തന്ത്രപ്രധാനമായ കടൽപാതയെ ചുറ്റിപ്പറ്റി രൂപപ്പെടുന്ന പിരിമുറുക്കം ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയുടെ നിഴലിലാർത്തിയിരിക്കുന്നു. ട്രംപ് ഭരണകൂടം ഇറാനെതിരെ കൂടുതൽ സമ്മർദ്ദവും ആക്രമണ സാധ്യതകളും മുന്നിൽ കാണുമ്പോൾ അഭൂതപൂർവമായ നടപടി ഉണ്ടാകുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിക്കുന്നത്. നിലവിലെ സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ നയതന്ത്രപരമായ വഴികൾ അടയുന്നതിന്റെ സൂചനകളാണ് ടെഹ്റാനിൽ നിന്ന് വരുന്നത്. ഇതുവരെ ഇറാൻ കാട്ടിയ സംയമനം ചർച്ചകൾക്കിടമുണ്ടാക്കാനായിരുന്നുവെന്നും എന്നാൽ ഇനി തങ്ങളുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഇറാന്റെ ക്ഷമയുടെ അതിർവരമ്പുകൾ ഭേദിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വാഷിംഗ്ടണിൽ നിന്നുള്ള സൂചനകൾ ഒട്ടും ശുഭകരമല്ല. ഇറാന്റെ ആണവ പദ്ധതികളിലും പ്രാദേശിക ഇടപെടലുകളിലും വിട്ടുവീഴ്ച ചെയ്യാതെ തങ്ങളുടെ സമ്മർദ്ദതന്ത്രം പിൻവലിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്കൻ ഭരണകൂടം. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ അസാധ്യമാക്കുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ഈ കർക്കശമായ സമീപനം ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളെ കൂടുതൽ വേഗത്തിലാക്കാൻ കാരണമാകുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം തന്നെയാണ് ഈ സംഘർഷത്തിന്റെ കാതൽ. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയത്തിന്റെ വലിയൊരു ഭാഗം ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇറാൻ ഈ പാത തടസ്സപ്പെടുത്തിയാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ നിശ്ചലമാക്കാൻ പോകുന്ന ഒരു ആഗോള പ്രതിസന്ധിയായി മാറും. ഈ സാധ്യതയെ ഒരു പ്രതിരോധ കവചമായിട്ടാണ് ഇറാൻ കാണുന്നത്. അണിയറയിൽ അതിശക്തമായ സൈനിക ആസൂത്രണങ്ങളാണ് നടക്കുന്നത്. കടലിടുക്കിലെ അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ വിന്യാസങ്ങളും നാവിക പരേഡുകളും സജീവമാണ്. ഒരു ചെറിയ തെറ്റായ നീക്കം പോലും ഈ മേഖലയിൽ ഒരു വൻ ദുരന്തത്തിന് തിരികൊളുത്താൻ പര്യാപ്തമാണ്. കടലിലെ പടക്കപ്പലുകളുടെ നീക്കങ്ങൾ കേവലം ശക്തി പ്രകടനമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ ആക്രമണത്തിനുള്ള മുന്നൊരുക്കമാണെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അഭൂതപൂർവമായ നടപടി എന്ന പ്രയോഗം പാശ്ചാത്യ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത് കേവലം ഒരു ബോംബാക്രമണമോ മിസൈൽ വിക്ഷേപണമോ മാത്രമായിരിക്കില്ല, മറിച്ച് സൈബർ ആക്രമണങ്ങളും സമുദ്രത്തിലെ മൈൻ വിന്യാസങ്ങളും ഉൾപ്പെടെയുള്ള സംയോജിത നീക്കമായിരിക്കാം. അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തെ നേരിടാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായ യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ അവർ തയ്യാറെടുക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങുന്നത് മേഖലയിലെ സമാധാന പ്രേമികളെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറാന്റെ ആണവ നിലപാടുകളിൽ മാറ്റം വരുത്താൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുമ്പോൾ തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. വിട്ടുവീഴ്ചകളില്ലാത്ത ഈ നിലപാടുകൾ ഹോർമൂസിനെ ഒരു ചാവേർ പോരാട്ട ഭൂമിയാക്കി മാറ്റുന്നു. ട്രംപ് ഭരണകൂടം ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള മറുപടി സൈനികമായി നൽകാനാണ് ടെഹ്റാൻ ലക്ഷ്യമിടുന്നത്. എണ്ണക്കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരാക്രമണവും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇത് അമേരിക്കയിലെയും യൂറോപ്പിലെയും സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുമെന്നതിനാൽ ഇറാൻ ഈ സാമ്പത്തിക ആയുധത്തെ തന്ത്രപരമായി ഉപയോഗിക്കുന്നു. യുദ്ധഭീതി നിലനിൽക്കുമ്പോഴും രഹസ്യമായി പല ചർച്ചകളും നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അവയൊന്നും ഫലം കാണുന്നില്ല. അമേരിക്കയുടെ പടക്കപ്പലുകൾ കടലിടുക്കിന് സമീപം നങ്കൂരമിടുമ്പോൾ ഇറാൻ തങ്ങളുടെ ഡ്രോൺ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് തിരിച്ചടിക്കാനുള്ള പ്ലാനുകൾ ഇരുപക്ഷവും തയ്യാറാക്കി കഴിഞ്ഞു. ഇറാനിലെ ജനങ്ങൾക്കിടയിൽ ഈ സാഹചര്യം ദേശീയ വികാരം ഉണർത്താൻ സഹായിക്കുന്നുണ്ട്. വിദേശ ശക്തികൾക്കെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന ആഹ്വാനം സർക്കാരിന് കരുത്തേകുന്നു. അതേസമയം അമേരിക്കൻ സൈന്യത്തിനുള്ളിലും ഈ മേഖലയിലെ ഒരു യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഗൗരവമേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണകരമാകില്ല. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും ഇറാൻ ഈ പാതയുടെ നിയന്ത്രണം തങ്ങളുടെ അവകാശമാണെന്ന് വാദിക്കുന്നു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ തടയുന്നത് നിയമവിരുദ്ധമാണെന്ന് വാഷിംഗ്ടൺ ആവർത്തിക്കുമ്പോഴും തങ്ങളെ ആക്രമിച്ചാൽ മറ്റാർക്കും ഈ വഴി സുരക്ഷിതമാകില്ലെന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നത് ഇറാനെ പ്രകോപിപ്പിക്കാനാണോ അതോ പ്രതിരോധിക്കാനാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്.
സിഗ്നലുകളും പ്രത്യാക്രമണ ഭീഷണികളും കൈമാറുന്ന ഈ സാഹചര്യത്തിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നേതാക്കളുടെ അഭാവം പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു കഴിഞ്ഞു എന്ന ഇറാന്റെ പ്രസ്താവന അവസാനത്തെ താക്കീതായാണ് കാണേണ്ടത്. മേഖലയിലെ മറ്റു രാജ്യങ്ങളായ സൗദി അറേബ്യയും UAEയും ഈ നീക്കങ്ങളെ ആശങ്കയോടെയാണ് കാണുന്നത്. തങ്ങളുടെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുന്നത് ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. അതിനാൽ തന്നെ യുദ്ധം ഒഴിവാക്കാൻ ഇവർ പിന്നാമ്പുറ ചർച്ചകളിൽ സജീവമാണ്. എങ്കിലും ഇറാനും അമേരിക്കയും നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് നീങ്ങിയാൽ ഇവർക്ക് ആരുടെ പക്ഷം ചേരണമെന്നതിൽ ആശയക്കുഴപ്പമുണ്ടാകും. സാങ്കേതികമായി ഇറാൻ തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. ഭൂഗർഭ താവളങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലുകൾ അമേരിക്കൻ റഡാറുകളെ വെട്ടിക്കാൻ ശേഷിയുള്ളവയാണ്. ഇത് ഹോർമൂസിലെ യുദ്ധകളത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് ഈ മിസൈലുകൾ വലിയ ഭീഷണിയാണ്. വാഷിംഗ്ടണിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു നീക്കത്തിനും മാരകമായ തിരിച്ചടി നൽകാൻ അമേരിക്കൻ സേന സജ്ജമാണ്. എന്നാൽ ആ തിരിച്ചടി എവിടെ വരെ നീളും എന്നതിൽ വ്യക്തതയില്ല. ഒരു പ്രാദേശിക സംഘർഷം ലോകമഹായുദ്ധമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ നിലനിൽക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ട ലോകം ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഒരു പുകയുന്ന അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇരിക്കുന്നത്. ഹോർമൂസിലെ തിരമാലകൾക്ക് ഇപ്പോൾ യുദ്ധത്തിന്റെ മണമാണ്. ഇറാൻ പടക്കപ്പലുകൾ കടലിടുക്കിൽ വട്ടമിടുമ്പോൾ അത് വെറും ഒരു നിരീക്ഷണമല്ല, മറിച്ച് തങ്ങളുടെ അതിർത്തികൾ കാക്കാനുള്ള വാശിയാണ്. ഭൂതകാലത്തിലെ യുദ്ധങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഇരുപക്ഷവും മറന്നുപോയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നിലവിലെ നീക്കങ്ങൾ. സാമ്പത്തിക ഉപരോധങ്ങൾ ഒരു രാജ്യത്തെ എത്രത്തോളം പ്രകോപിപ്പിക്കുമെന്ന് ഇറാൻ തെളിയിക്കുന്നു. മറുഭാഗത്ത് തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന വാശിയിലാണ് അമേരിക്ക. വരും ദിവസങ്ങൾ അതിനിർണായകമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര ഓരോന്നോരോന്നായി കുറയുകയോ നിർത്തുകയോ ചെയ്താൽ ആഗോള വിപണിയിൽ പെട്രോൾ വില കുതിച്ചുയരും. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ കടലിടുക്കിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. ഇറാന്റെ മുന്നറിയിപ്പും അമേരിക്കയുടെ സമ്മർദ്ദവും തമ്മിലുള്ള ഈ വടംവലി എവിടെ അവസാനിക്കും എന്നത് പ്രവചനാതീതമാണ്. ക്ഷമ നശിച്ചു എന്ന ഇറാന്റെ വാക്കുകൾ ഒരു യുദ്ധപ്രഖ്യാപനമായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഒരു യുദ്ധഭൂമിയായി മാറുന്നത് ലോക സമാധാനത്തിന് വലിയൊരു ഭീഷണിയാണ് എന്നതിൽ സംശയമില്ല. സമാധാന ചർച്ചകൾക്ക് ഇനിയും സമയമുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള സൈനിക നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത് മറ്റൊരു യുദ്ധത്തിലേക്കാണ്. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ ഹോർമൂസ് കടലിടുക്ക് എന്ന ആ ചെറിയ വര ലോകത്തിന്റെ മുഴുവൻ ഗതി നിശ്ചയിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ആകാശത്ത് യുദ്ധവിമാനങ്ങൾ പറന്നുയരുമ്പോൾ ശാന്തിയുടെ വെളിച്ചം അവിടെ അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്.